Hey guys, and welcome to Man Minds. So, the most awaited Kantara Chapter 1. ഇപ്പോൾ കണ്ടുവന്നേ ഉള്ളൂ. And the film is written and directed by Rishabh Shetty. Lead role, again, Rishabh Shetty. പിന്നെ കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ the beautiful Rukmini is there. നമ്മുടെ സ്വന്തം ജയറാമേട്ടൻ. ഗുൽഷൻ ദേവയ്യ ഒരു വില്ലൻ റോളിലുണ്ട്. ആള് നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ കാസ്റ്റ് പഴയ കാന്താര 2022 കുറേ ആൾക്കാർ ഇതിൽ തന്നെ ഉണ്ട്. എല്ലാവർക്കും നല്ല അടിപൊളി സോളിഡ് റോൾസ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നൗ സിനിമയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം ഇതിന്റെ ബാക്ക് ആൻഡ് ടീമിനെ കുറിച്ച് എനിക്കിത് പറഞ്ഞേ പറ്റൂ. കാരണം the whole work is totally amazing. The music is done by Ajneesh Loknath. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീനിൽ നമുക്ക് ഡൗൺ ആയിട്ടോ ഇല്ല അപ്പായിട്ടോ തോന്നില്ല. ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ ദിസ് ഫിലിം. അങ്ങനെയാണ് അവർ ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ് ആണെങ്കിലും ശരി, സോങ്സ് ആണെങ്കിലും ശരി, എല്ലാം അടിപൊളിയായി നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി അരവിന്ദ് കശ്യപ് ബ്രോ, നെക്സ്റ്റ് ലെവൽ. അഗെയിൻ അനദർ ബെസ്റ്റ് തിങ് ഇൻ ദിസ് ഫിലിം. സിനിമാറ്റോഗ്രഫി അടിപൊളി ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ദെൻ എഡിറ്റിംഗ് ഈസ് ബൈ സുരേഷ് ശങ്കാലൻ. Again, bro, you have done a great job in it. The VFX is by Pinaka Studios. ഇത് ശരിക്കും ഒരു ഹൈലൈറ്റ് ആണ് ഈ ഫിലിമിന്റെ. കാരണം ഇതിലെ എല്ലാ സീൻസും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത കിടിലൻ VFX ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ട്രെയിലറിൽ കാണുന്ന ഈ ടൈഗർ ഒരു സീനുണ്ട്, കുറെ സീൻസ് ഉണ്ട് ആക്ച്വലി. പിന്നെ ഈ ഒരു മംഗൂസ് ടൈപ്പ് ഒരു അനിമലിനെ വെച്ച് കുറെ സീൻസ് ഉണ്ട്. എല്ലാം ടോപ്പ് നോച്ച്, പെർഫെക്റ്റ്. അതായത് നമുക്കൊരു VFX സീനാണത് എന്ന് നമുക്ക് തോന്നാത്തത്ര അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ദെൻ ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നത് ടൊഡോർ ലെസർ ഓർ ലൈക്ക് ഈ RRR, എക്സ്പെൻഡബിൾസ് 2 അങ്ങനെ കിടിലൻ പടം ചെയ്തൊരു ആക്ഷൻ കൊറിയോഗ്രാഫറാണ്. സോ അതിലും ഒരു കോംപ്രമൈസ് ഇല്ലാതെ സൂപ്പർബായിട്ട് തന്നെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ എല്ലാ സീൻസും നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. കമ്മിങ് ടു ഋഷഭ് ഷെട്ടി, ദ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ്. ചങ്ങായി എല്ലാം ഇതിലും ചങ്ങായി തന്നെ ചെയ്തിരിക്കുന്നത്. റൈറ്റിംഗ് ആണെങ്കിലും ഡിറക്ഷൻ ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും, പക്ഷേ എല്ലാം ടോപ്പ് ക്ലാസ്, ടോപ്പ് നോച്ച് ലെവൽ. അതായത് നമ്മൾ പഴയ കാന്താരയിൽ തന്നെ ആളുടെ ടാലന്റ് എന്താണ്, ആക്ടിങ് സ്കിൽസ് എന്താണ് നമ്മൾ കണ്ടു. കുറച്ച് ലൈക്ക് ആ ഒരു 20 മിനിറ്റ് സീൻ, ലാസ്റ്റ് സീൻ, ക്ലൈമാക്സിന് മുമ്പുള്ളത്, അതിൽ എത്ര പൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതിൽ അതിലൊരു 2x 3x ബെറ്റർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ മറ്റേ ഹൈപ്പർ ഗോഡ് ക്യാരക്ടേഴ്സ്, ആ ഒരു സീൻസ് ഒക്കെ ഉണ്ട്. മറ്റേ പഴയ പടത്തിൽ ആകെ ലാസ്റ്റ് 20 മിനിറ്റ്സേ ഉള്ളൂ. പക്ഷെ ഇതിൽ അത്യാവശ്യം കുറെ സീൻസ് ഉണ്ട്. പക്ഷെ എല്ലാ സീൻസും ഹി നെയിൽഡ് ഇറ്റ്. ആക്ടിങ്ങിന്റെ ലെവൽ ആളുടെ വേറെ സീനാണെന്ന് ആള് പിന്നെയും തെളിയിച്ചു. അതായത് ഈ പടം തുടങ്ങി അവസാനം വരെയും ആളാണ് അവിടെ, ആളെയാണ്. ശരിക്കും ബാക്കിയുള്ള കാസ്റ്റ് എല്ലാവരും സൂപ്പർബായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ചങ്ങായിയുടെ സ്ക്രീൻ പ്രസൻസും ആ ചങ്ങായിയുടെ ആക്ടിങ്ങും കോമ്പീറ്റ് ചെയ്യാൻ ആരെങ്കിലും നിന്നാൽ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി എ ബിഗ് പ്രോബ്ലം ഫോർ ദം. സോ അമ്മാരി പെർഫോമൻസ് ആണ് ആ ചങ്ങായി ഇതിൽ ചെയ്തിരിക്കുന്നത്. പൊതുവെ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ മെയിൻ ഹീറോയുടെ ആണെങ്കിലും കുറച്ച് ആക്ടിങ് സ്കിൽസ് ആണെങ്കിലും എല്ലാ പെർഫോമൻസ് ആണെങ്കിലും കുറച്ച് ഡൗൺ ആവും. അങ്ങനെയാണ് പൊതുവെ മാക്സിമം എല്ലാ പടം. KGF അങ്ങനത്തെ പടങ്ങളല്ല ഞാൻ പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ ഫിലിംസ്. ഓക്കെ, സോ പക്ഷെ ഇതിൽ ഈ സീക്വലിൽ ഒരു പടിക്ക് മേലെയാണ് വന്നിരിക്കുന്നത്. ഫിസിക് വൈസ് ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. ആ ട്രാൻസ്ഫോർമേഷൻ സ്ക്രീനിൽ നമ്മൾക്ക് കാണാൻ പറ്റും അത്. ഓക്കെ, പിന്നെ ആക്ടിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ എൻ്റെ അമ്മ, ഓരോ സീൻസും നമുക്ക് അങ്ങോട്ട് തരിപ്പാണ് ആക്ച്വലി. അമ്മാരി ഗൂസ്ബംപ് സീക്വൻസും കാര്യങ്ങളൊക്കെയാണ് ആളുടെ ആക്ടിങ്ങിൽ നമുക്ക് കിട്ടുന്നത്. സോ ഐ എം ടോട്ടലി സാറ്റിസ്ഫൈഡ്, ആക്ച്വലി ഓവർ സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് ആക്ടിങ് സ്കിൽസ്. വേറെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ വേറെ കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. രുക്മിണി, ഷീ ഹാവ് ഡൺ എ അമേസിങ് ജോബ്. രുക്മിണിയുടെ പൊട്ടൻഷ്യലും ടോട്ടലി യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഫലത്തിൽ. പിന്നെ മെയിനായിട്ട് ജയറാം, നമ്മുടെ ജയറാമേട്ടൻ കുറച്ച് വർഷങ്ങളായിട്ട് ആൾക്ക് കൊടുക്കുന്ന റോൾസും കാര്യങ്ങളും നമ്മളെല്ലാം കാണുന്നുണ്ട്. മറ്റുള്ള ലാംഗ്വേജിലാണെങ്കിലും എല്ലാം ആളുടെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. ആസ് എ മലയാളി നമുക്കറിയാം ആളുടെ ടാലന്റ് എന്താണ്, ആളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന്. സോ ഈ പടത്തിൽ ഋഷഭ് ഷെട്ടി അത് യൂട്ടിലൈസ് ചെയ്തു. അവർ ജയറാം ഈസ് ലിറ്ററലി ബാക്ക് വിത്ത് ഹിസ് ഓൾഡ് ടാലന്റ്. അത് നമുക്ക് ഓരോ സീൻസിലും ആ സ്ക്രീനിൽ നമ്മൾ പിന്നെയും കാണുമ്പോൾ ഐ വാസ് റിയലി ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് ഐ എം റിയലി ഹാപ്പി ആൻഡ് യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. പിന്നെ ഗുൽഷൻ ദേവയ്യ, ആളൊരു നൈസ് വില്ലൻ. അതായത് ചില്ലായിട്ട് ആളുടെ പാട്ടിന്
നടക്കുന്ന ഒരു ടൈപ്പ് വില്ലൻ. ഓവർ ഹൈപ്പും കാണിക്കാതെ ഓവർ ലോവും കാണിക്കാതെ ചിരിച്ച് കളിച്ച് ആക്ട് ചെയ്യണം നമുക്ക് തോന്നത്തില്ല. അത്രയ്ക്ക് നൈസും. ആ ക്യാരക്ടർ ആയ ആൾ അവിടെ ജീവിച്ചു കുറച്ച് ദിവസം. അതാണ് നമ്മൾ ആ സ്ക്രീനിൽ കണ്ടത്. സോ ഹി ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ് ആസ് വെൽ. പിന്നെ പഴയ കാന്താരയിലുള്ള ഫെമിലിയർ ഫേസസ് എല്ലാവർക്കും കിടിലൻ. ഈവൻ ഒരു സ്മോൾ റോൾ ആണെങ്കിൽ പോലും അവർ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ആക്ച്വലി എ പ്ലസ് in this. About the story and pacing, it's perfect. It's perfect. ഈ അവരുടെ കൾച്ചേഴ്സും കാര്യങ്ങളും കാണിക്കുന്നതാണെങ്കിലും ശരി, ആക്ഷൻ സീക്വൻസസ് ആണെങ്കിലും ഇതിൽ പ്ലോട്ട് ട്വിസ്റ്റ് എല്ലാം എല്ലാം നല്ല വെൽ എക്സിക്യൂട്ടഡ്. അതാണ് ഈ പടം. എനിക്ക് എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. ഈ തുടക്കത്തിൽ കുറച്ച് ആൻസിസ്ട്രൽ സീൻസും കുറച്ച് സ്റ്റോറി കാര്യങ്ങൾ പറയുമ്പോൾ കുറേ സീൻസും കാര്യങ്ങളും ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു നിയർലി 20 minutes കുറച്ച് ലാഗുള്ള പോലെ നമുക്ക് തോന്നും ആക്ച്വലി. കുറച്ച് ഫോഴ്സ്ഡ് കോമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടോട്ടലി യൂസ്ലെസ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാം കണക്ട് ആവുന്ന ഒരു സംഭവമാണ് ആക്ച്വലി. എല്ലാ റോൾസും, ആ ഇടയ്ക്ക് വരുന്ന എല്ലാ റോൾസും, എല്ലാ ക്യാരക്ടേഴ്സും എല്ലാം നല്ല രീതിയിൽ കണക്ട് ആവും. അത് കഴിഞ്ഞ് ഇന്റർവെല്ലിന് കുറച്ച് നേരം മുമ്പ്, അതായത് കുറച്ച് ഫ്യൂ മിനിറ്റ്സ് ബിഫോർ ഇന്റർവെൽ, പടം അങ്ങോട്ട് കത്തും. അതായത് നെക്സ്റ്റ് ലെവലിലോട്ട് പോകും. അത് തൊട്ട് ക്ലൈമാക്സ് വരെ ആക്ച്വലി ഇറ്റ്സ് ലെജൻഡറി. സിമ്പിൾ അല്ല, ഇറ്റ്സ് ടോട്ടലി ലെജൻഡറി. അങ്ങനെയാണ് ആ പടം പോകുന്നത്. പിന്നെ നമുക്ക് അവിടെ ഇരുത്തോ, നമുക്ക് ഈ ലാഗോ ഒന്നുമില്ല. നമ്മൾ അങ്ങോട്ട് മാൻ വാവ്, ആ ഒരു സീനായിരിക്കും നിലവിളിച്ച് പൊളിക്കും ലിറ്ററലി. ഈ ആക്ഷൻ ആൻഡ് വാർ സീക്വൻസസ് അതാണെങ്കിലും വെൽ എക്സിക്യൂട്ടഡ്. അതായത് നമ്മൾ ഈ ഹോളിവുഡ് പടത്തിൽ കാണുന്ന പോലെ അങ്ങനെ ഹെവി ആയിട്ടില്ല. ഈ ബാഹുബലി ഇങ്ങനെ പടങ്ങളിൽ കാണുന്ന പോലെ ഹെവി വാറൊന്നും അല്ല ആക്ച്വലി. പക്ഷെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ടുള്ള ഒരു വാർ സീൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫൈറ്റ് സീക്വൻസസ് അത്യാവശ്യം കുറേ ഉണ്ട്. എല്ലാം വേറെ ലെവലിൽ എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിരിക്കും, കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും, കുറച്ചുകൂടെ ഭയങ്കര എന്റർടൈനിങ്ങുമായിരിക്കും. അങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഋഷഭ് ഷെട്ടിയുടെ കാര്യം പിന്നെ എഗൈൻ പറയുകയാണെങ്കിൽ ആളെ ശരിക്കും പറഞ്ഞ ഒരു വൈക്കിംഗ് ലുക്കാണ്. ആളുടെ ബോഡി ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളും അഭിനയവും ശരിക്കും ഒരു വൈക്കിംഗ് രാജാവ് അതുപോലെയാണ് എനിക്ക് ആളിനെ സ്ക്രീനിൽ കണ്ടത്. ഒരു ഫൈറ്റ് സീക്വൻസിലുള്ള സീനാണെങ്കിലും ശരി, എല്ലാം ബ്ലാസ്റ്റ് മീൻസ് ബ്ലാസ്റ്റ്. പ്ലസ് ഇതിന്റെ ഒപ്പം VFX കൂടെ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് പോളിഷ്ഡ് ആകുമ്പോൾ മൊത്തത്തിൽ ബാങ്. ദെൻ ഈ ചാപ്റ്റർ 1 എന്ന് പറയുമ്പോൾ, അടുത്ത ചാപ്റ്റർ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഇതിന്റെ പാതി വെച്ച് കട്ട് ചെയ്തിട്ട് ഇനി അടുത്തതിൽ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം അല്ല. കറക്റ്റായിട്ട് ഈ കഥ ഇവിടെ തീരുന്നുണ്ട്. അതേപോലെ ചാപ്റ്റർ 2 എക്സൈറ്റ്മെന്റും നമുക്ക് കയ്യിൽ തരും. അങ്ങനത്തെ ഒരു സംഭവമാണ്. സോ no problem on it. So overall, Kantara chapter 1 is a fully packed film. Action ഉണ്ട്, ആക്ടിങ് ഉണ്ട്, ബാക്ക് ആൻഡ് വർക്ക്, സിനിമാറ്റോഗ്രഫി അടിപൊളിയാണ്, മ്യൂസിക് അടിപൊളിയാണ്, കാസ്റ്റ് അടിപൊളിയാണ്. മൊത്തത്തിൽ പറഞ്ഞ പടം എന്നെ പൊളി. സോ പ്ലീസ് ഡോണ്ട് മിസ് ഔട്ട്. തിയേറ്ററിൽ തന്നെ പോയി കാണുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക. ഈ ഒരു ബഡ്ജറ്റിൽ ഇമാരി ഒരു പടം കുറേവന്മാര് കുറേ കോടികൾ മുടക്കി കുറേ കാർട്ടൂൺ പോലെ പടങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബോളിവുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ് ഓക്കെ. സോ എൻ്റെ അഭിപ്രായങ്ങൾ ഇതൊക്കെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടവരാണെങ്കിൽ പ്ലീസ് ഷെയർ ഇൻ അവർ കമൻറ്റ്സ്. ആൻഡ് ഇതിൻ്റെ വേറെ ലാംഗ്വേജ് റിവ്യൂസ് ആർ ഓൾസോ ഇൻ അവർ ചാനൽ. സോ പ്ലീസ് ഡു ചെക്ക് ഔട്ട്. ഇന്നൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണുക. ആൻഡ് എഗൈൻ ഐം ടെല്ലിങ്, ഡോണ്ട് മിസ് ഔട്ട്. തിയേറ്ററിൽ തന്നെ പോയി കാണുക, എൻജോയ് ചെയ്യുക. ഓക്കെ, വിൽ സീ യു ഇൻ another video very soon. So bye.